ലോകമെമ്പാടും ഒട്ടനവധി ആരാധകരുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടറാണ് സ്പൈഡർമാൻ. ഫ്രാഞ്ചൈസിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ജൂലൈ 30-ന് തിയേറ്ററിലെത്തിയ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. വമ്പൻ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മികച്ച കളക്ഷനാണ് ഇന്ത്യയിലടക്കം ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 400 കോടിയിലധികം സ്വന്തമാക്കിയ ചിത്രം ആഗോളതലത്തിൽ 10,000 കോടി പിന്നിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അവതാർ ദ വേ ഓഫ് വാട്ടറിനെ വെട്ടിച്ച് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം എന്ന നേട്ടവും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സ്വന്തമാക്കിയിരുന്നു. റിലീസ് ദിനം മുതൽ തന്നെ മികച്ച വരവേൽപ്പാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. തിയേറ്ററിലെത്തി 12 ദിവസം പിന്നിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് തിയേറ്ററുകളിൽ നിന്ന് മാത്രം മതി 33 കോടിയിലധികം ചിത്രം സ്വന്തമാക്കിയെന്ന് വിശ്വസനീയമായ സിനിമാ പേജുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത പല മലയാള ചിത്രങ്ങൾക്കും ആഗോളതലത്തിൽ നേടിയതിനേക്കാൾ കൂടുതലായിരുന്നു ഈ കളക്ഷൻ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കൗതുകരമായ കാര്യമാണ്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ മോളിവുഡിന്റെ സൂപ്പർ താരങ്ങൾ ഒരാരായ ദുൽഖറിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർക്കാൻ ഇനി ആവശ്യമായത് ഏകദേശം 2 കോടിയോളം രൂപ മാത്രമെന്ന് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു. ദുൽഖർ നായകനായ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ളത് 2021 പുറത്തിറങ്ങിയ കുറുപ്പാണ്. ആഗോളതലത്തിൽ 83 കോടിയോളം നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതാകട്ടെ 35 കോടിയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ദുൽഖറിനെ മറികടക്കാൻ ടോം ഹോളണ്ടിന് ഇനി ആവശ്യമായി വരുന്നത് 2 കോടി രൂപ മാത്രമാണ്. എന്നാൽ ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഹൗസായ വേഫർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര കേരളത്തിൽ നിന്ന് 118 കോടി നേടുകയും മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയും ചെയ്തിരുന്നു. ചിത്രത്തിൽ ദുൽഖർ ക്യാമിയോ റോളിൽ എത്തുകയും ചെയ്തിരുന്നു.